ഹായ് ഓൾ, വെൽക്കം ടു റിയൽ ഫാക്ട്സ്. നമ്മൾ കുറച്ച് ദിവസങ്ങളായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്, അപ്പം അത് ഇതിൻ്റെ പണിപ്പുരയിലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മറ്റ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് മറ്റൊന്നുമല്ല, 2025 PSC ചോദിച്ച കറണ്ട് അഫെയർസ് ചോദ്യങ്ങളും അതിനോടനുബന്ധമായ കുറേ വസ്തുതകളുമാണ്. നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മളിവിടെ സിവിൽ എക്സൈസ് ഓഫീസറുടെ ക്വസ്റ്റ്യൻസ്, സെക്രട്ടേറിയറ്റ് ഒയുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ, അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഫീമെയിൽ പ്രിസൺ ഓഫീസർ, 4 ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ കറണ്ട് അഫെയർസിന് കൊണ്ടുവന്നേക്കുന്നത്. അതിൽ PSC ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ കൂടെ അതിനോടനുബന്ധമായ മറ്റു വിവരങ്ങളും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും അടുത്ത ആഴ്ചയും വരാൻ പോകുന്ന ആഴ്ചയിലും ഒക്കെ പരീക്ഷകൾ വരുന്നുണ്ട്. നമുക്കറിയാം, ഡിഗ്രി പ്രിലിംസിന് സെക്കൻഡ് സ്റ്റേജ് നടക്കാനുണ്ട്, ലബോറട്ടറി അസിസ്റ്റൻറ്റിന് പരീക്ഷ നടക്കാനുണ്ട്, അങ്ങനെ മെയിൻസിൻ്റെയൊക്കെ കുറേ പരീക്ഷകൾ നടക്കാനുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതുപോലെ നമ്മൾ ഒരു വീഡിയോയും കൂടി ഇനി ചെയ്യുന്നുണ്ട്. ഇതിന് മുമ്പിലത്തെ കുറേ പരീക്ഷകൾക്ക് ചോദിച്ച് കറണ്ട് അഫെയർസിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. കറണ്ട് അഫെയർസിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഉറപ്പായിട്ടും ഇത് കാണാതെ പോകരുത്. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ടുകൂടെ കിടക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇത് നമ്മൾ ആദ്യത്തെ എടുത്തിരിക്കുന്ന ഫീമെയിൽ പ്രിസൺ ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, 57/25. അതിൽ ആദ്യത്തെ ചോദ്യം പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കൂ, രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. 1961 പഴയ പാമ്പൻ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവുമുണ്ട്. അപ്പോൾ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായത് എന്നാണ് ചോദിച്ചത്. ആദ്യത്തെ ഓപ്ഷൻ നോക്കൂ, രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് ആണോ എന്ന് ചോദിച്ചാൽ അതെ, ആണ്. ഉത്തരം ഞാൻ ആദ്യം പറയാം. ഉത്തരം സി ആണ് വരുന്നത്. സി ആണേ, സി. 1, 3, 4 എന്നിവ ശരിയാണ്. 1, 3, 4 എന്നിവ ശരിയാണ്. അപ്പോൾ രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. 1961 പാമ്പൻ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. അത് ആദ്യം ഉദ്ഘാടനം ചെയ്തത് 1914-ലാണ്. 1914-ലാണ്. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവുമുണ്ട്. ശരിയാണ്. ഇത് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തത് 2025 ഏപ്രിൽ 6 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമുക്ക് പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് കുറച്ച് അഡീഷണൽ വസ്തുതകളൂടെ നമുക്ക് നോക്കാം. പുതിയ പാമ്പൻ പാലത്തിൻ്റെ വസ്തുതകളാണ്. ഉദ്ഘാടനം നമ്മൾ പറഞ്ഞു 2025 ഏപ്രിൽ 6 ഉദ്ഘാടനം ചെയ്തു. ആദ്യം അത് 1914 ഫെബ്രുവരി 24 അതിൻ്റെ ഉദ്ഘാടനം. ഫെബ്രുവരി 24. കടലിനു മീതെയുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ പാലമാണ് പാമ്പൻ പാലം. കടലിനു മീതെയുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ പാലം അത് മുന്തുബ മുതൽ രാമേശ്വരം ദ്വീപ് വരെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും അതെ, മുന്തുബ മുതൽ രാമേശ്വരം ദ്വീപ് വരെയാണ്. ഇത് മുൻകാലത്ത് ഇതിൻ്റെ പ്രധാന പങ്ക് എന്തുവായിരുന്നു വെച്ചാൽ, തമിഴ്നാടിനെ രാമേശ്വരവുമായി ബന്ധിപ്പിക്കുന്ന ഏക വഴിയായിരുന്നു ഈ പാമ്പൻ പാലം. അതായിരുന്നു അതിൻ്റെ ആവശ്യം വന്നത്. പിന്നെ ഇതിനിപ്പോൾ പുതിയ പാലം നിർമ്മിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിന് കാലക്രമേണ പല കെടുതികൾ സംഭവിച്ചു. അങ്ങനെ പുതിയ പാലം നിർമ്മിക്കേണ്ടി വന്നു. അടുത്ത് നോക്കൂ, പദ്ധതി ആരംഭിച്ചത്, പുതിയ പാലം നിർമ്മിക്കാനുള്ള പദ്ധതി ആരംഭിച്ചത് 2019. ഇത് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമായി നിൽക്കുന്ന പാലമാണ്. അപ്പോൾ 2019 ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമായി എന്ന് ഓർത്തിരിക്കാം. അതുകൊണ്ടാണ് പുതിയ പദ്ധതിയായിട്ട് അത് മുൻപോട്ട് പോയത്. ഇത് നമുക്കൊരു അഡീഷണൽ പോയിന്റ് ഓർത്തിരിക്കണം, വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ സീ ബ്രിഡ്ജ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ സീ ബ്രിഡ്ജ് ആണ്. അതായത് നേരിട്ട് ഉയർത്താവുന്ന പാലമാണ്. നേരെ കുത്തനെ നമ്മൾ ലണ്ടൻ ബ്രിഡ്ജൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അടിയിൽ കൂടെ കപ്പൽ പോകുമ്പോൾ അത് പൊങ്ങും. അതുപോലെ ഇതിൻ്റെ ദൈർഘ്യം 2.08 കിലോമീറ്റർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവുമാണ് പാമ്പൻ പാലത്തിനുള്ളത്. അതുപോലെ സാങ്കേതികത ഇതിൻ്റെ സാങ്കേതികത എന്താണ്? ഓട്ടോമേറ്റഡ് ലിഫ്റ്റ് സംവിധാനമാണ്. അതായത് 63 മീറ്റർ ഭാഗം ഇതിനെ ഉയർത്താൻ പറ്റും. അതുപോലെ ഇതിൽ കൂടെ ട്രെയിനിൻ്റെ വേഗത പരമാവധി 100 km/h ആണ്. 100 km/h പരമാവധി ട്രെയിൻ വേഗത. ഇത് നിർമ്മാണം നടത്തിയിരിക്കുന്നത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ്. നമുക്കറിയാം, റെയിൽവേയുടെ ഭാഗമായിട്ടുണ്ട് 2019. അപ്പോൾ ഇത് നിർമ്മിച്ചിരിക്കുന്നത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ് എന്ന് ഓർത്തിരിക്കുക.
ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പഴയ പാലം 1914 ഫെബ്രുവരി 24 ഉദ്ഘാടനം. ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തത് 2025 ഏപ്രിൽ 6 പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇത് പിന്നെ ഇലക്ട്രിഫൈഡ് റെയിൽവേക്ക് അനുയോജ്യമായ രീതിയിൽ പുതിയ പാലം പണിയാൻ നോക്കുന്നുണ്ട്. അതായത് ഇലക്ട്രിഫൈഡ് റെയിൽവേ ഉണ്ടല്ലോ, അപ്പോൾ അതിനായിട്ട്. അപ്പോൾ അങ്ങനെയും ഇനി ഒരു പുതിയ അപ്ഡേറ്റ് ഉടനെ വരും. പിന്നെ ഇപ്പോൾ പഴയ പാലത്തിനെ പോലെയല്ല, പുതിയ കരുത്തുള്ള പാലമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കൂ. നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? നീതി ആയോഗിൻ്റെ സാമ്പത്തിക സർവേ പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, ഗോവ. ഉത്തരം ഒഡീഷയാണ്. നീതി ആയോഗ് 2025 ആരോഗ്യ സൂചിക സർവേയിൽ ഒന്നാമത് എത്തിയത്. അപ്പോൾ നോക്കൂ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഗോവ ഇതൊക്കെ ആദ്യത്തെ 4 റാങ്കിങ്ങിൽ വരുന്ന സംസ്ഥാനങ്ങളാണ്. താഴെ നോക്കിയാൽ കാണാം, റാങ്കിങ്ങും കൊടുത്തിട്ടുണ്ട്, സംസ്ഥാനവും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത് ഒഡീഷ. ഇതിനൊരു സ്കോർ ഉണ്ട് കേട്ടോ, ഓരോ സ്കോർ വെച്ചിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ 67.8 ഞാൻ അതുപോലെ ഇവിടെ കേരളത്തിൻ്റെയും കൊടുത്തിട്ടുണ്ട്, 25.4 അതിൻ്റെ റാങ്കിങ് വരുന്നത് 15ാമതാണ് കേരളം വരുന്നത്. ആദ്യത്തെ 5 കാറ്റഗറിയിൽ വരുന്നത് ഹൈ പെർഫോമിംഗ് സ്റ്റേറ്റ്സിലാണ് ഈ ആദ്യത്തെ 5 കാറ്റഗറി വരുന്നത്. അത് ആദ്യത്തെ 5 ഓർത്തിരിക്കണം. ഒഡീഷ, ഛത്തീസ്ഗഡ്, ഗോവ, ജാർഖണ്ഡ്, ഗുജറാത്ത്. ഇതെല്ലാം ഓപ്ഷനിലുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. അപ്പോൾ നല്ല ടൈറ്റായിട്ടാണ് ക്വസ്റ്റ്യൻ ഇടുന്നത്, കണ്ടല്ലോ. അതുപോലെ നമ്മൾ കേരളത്തിൻ്റെ പറഞ്ഞു. പിന്നെ ഏറ്റവും ഒടുവിൽ വരുന്നത് പഞ്ചാബ് ആണെന്നും കൂടെ ഓർത്തിരിക്കുക. ഏറ്റവും ഒടുവിൽ പഞ്ചാബ്. പിന്നെ നീതി ആയോഗിനെ ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ ഒരു അഡീഷണൽ ഫാക്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നീതി ആയോഗിൻ്റെ 10ാമത്തെ മീറ്റിങ്ങിൽ, അതായത് 2025 നടന്ന അതിൻ്റെ തീം എന്താണ് എന്ന് ചോദിച്ചാൽ വികസിത് രാജ്യ ഫോർ വികസിത് ഭാരത് അറ്റ് 2047. അപ്പോൾ 2047 ലക്ഷ്യം വെച്ചിട്ടാണ് ഇപ്പോൾ ഇന്ത്യ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വികസിത് രാജ്യ ഫോർ വികസിത് ഭാരത് എന്ന് ഓർത്തിരിക്കുക. വികസിത് രാജ്യ ഫോർ വികസിത് ഭാരത് അറ്റ് 2047. ഇപ്പോൾ നമ്മൾ അഡീഷണൽ 2 കാര്യം പറയുകയാണെങ്കിൽ നീതി ആയോഗിൻ്റെ CEO ആരാണ് നമുക്കറിയാം, BVR സുബ്രഹ്മണ്യൻ. ധാരാളം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വൈസ് ചെയർമാൻ ആണെങ്കിൽ സുമൻ ബെറി. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ റാങ്കിങ് ഒന്ന് ഓർത്തിരിക്കുക, ഒന്ന് വായിച്ചു നോക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉൾപ്പെട്ടിട്ടുണ്ട്? 100 ജില്ലകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. 100 ജില്ലകൾ. ഉത്തരം എ ആണ്. അപ്പോൾ ഈ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. 2025 ബജറ്റിൻ്റെ തീമായിരുന്നു സബ്കാ വികാസ്, എല്ലാവർക്കും വികസനം എന്നായിരുന്നു, സബ്കാ വികാസ്. അതുപോലെ അടുത്ത ഒരു പോയിന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, മക്കാന ബോർഡ്. 2025 ബജറ്റുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് ആണ്. മക്കാന ബോർഡ് നിലവിൽ വരുന്നത് ബീഹാർ. ഈ മക്കാന എന്ന് പറഞ്ഞാൽ ഒരു തരം സീഡാണ്, താമര വിത്ത് എന്ന് നമ്മൾ പറയും. താമര വിത്താണ് മക്കാന. ഈ മക്കാനയെ അറിയപ്പെടുന്ന 2 പേരുണ്ട്, ഫോക്സ് സീഡ് എന്നും അറിയപ്പെടും. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ഒരു ധാന്യമാണ് മക്കാന. അതായത് സസ്യ ആഹാരികളുടെ പ്രോട്ടീൻ കലവറ എന്നും അറിയപ്പെടുന്നുണ്ട്, ഓർത്തിരിക്കുക. അപ്പോൾ മക്കാന ബോർഡ് ബീഹാറിലാണ്. അടുത്തത് യൂറിയ പ്ലാന്റ് നിലവിൽ വരുന്നത് ആസാമിലാണ്. യൂറിയ പ്ലാന്റ്. കോട്ടൺ മിഷൻ 5-year പ്ലാൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പുതിയ പദ്ധതിയാണത്. പരുത്തി കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ പ്ലാനാണ് കോട്ടൺ മിഷൻ 5-year പ്ലാൻ. അതുപോലെ ജീൻ ബാങ്ക് ഭക്ഷ്യപോഷകം ഉറപ്പുവരുത്താൻ കേന്ദ്ര ഗവൺമെൻറ് തുടങ്ങിയ ഒരു സംവിധാനമാണ് ജീൻ ബാങ്ക്. അതുപോലെ പ്രധാനമന്ത്രി ധൻ യോജനയിൽ ഉൾപ്പെട്ട ജില്ലകളാണ് 100 ജില്ലകൾ. പദ്ധതിയിൽ എത്ര കാർഷിക ജില്ലകൾ ഉണ്ടെന്നാണ് ചോദിച്ചത്? 100 ജില്ലകൾ. ഉത്തരം കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കൂ. മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേര് എന്താണ്? അപ്പോൾ വിമുക്തി, യോദ്ധാവ്, കവചം, പോരാളി. ഉത്തരം വരുന്നത് നമുക്കറിയാം, യോദ്ധാവാണ്. യോദ്ധാവ്. വിമുക്തി നമുക്കറിയാം, ഇതും മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി. അതുപോലെ കവചം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കവചം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ദുരന്ത സാധ്യത മുന്നറിയിപ്പാണ് കവചം. അതായത് ഈ ചുഴലി മുന്നറിയിപ്പൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു മുന്നറിയിപ്പ് തരാൻ, ദുരന്ത സാധ്യത മുന്നറിയിപ്പ് തരാൻ പുതിയ ഒരു പദ്ധതിയാണ് കവചം. ഈ കവചം എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ, ഇംഗ്ലീഷിലാണ്. അതിൻ്റെ ഫുൾ ഫോം നമ്മൾ അറിയണം. കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഓർത്തിരിക്കാം, കേരള വാർണിംഗ്സ് ക്രൈസിസ്
അതായത് കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പദ്ധതിയാണ്. കേരള വാർണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇതാണ് കവചത്തിൻ്റെ ഫുൾ ഫോം. കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അതുപോലെ നമ്മൾ പറഞ്ഞു വിമുക്തി എന്താണെന്നും പറഞ്ഞു. അപ്പോൾ ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പോരാളി എന്താണെന്ന് എനിക്ക് കിട്ടിയില്ല, അങ്ങനെ ഒരു പദ്ധതി ഉണ്ടോ എന്ന് അറിയത്തില്ല. അടുത്ത ചോദ്യം നോക്കൂ. സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് ഏത്? നേച്ചർ ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ്, പിങ്ക് റിബൺ ക്ലബ്ബ്, റെഡ് റിബൺ ക്ലബ്ബ്. ഉത്തരം റെഡ് റിബൺ ക്ലബ്ബാണ്. റെഡ് റിബൺ ക്ലബ്ബ്. അപ്പം എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. അതിന് 2025 ഒരു ക്യാമ്പയിൻ ഉണ്ട്, എൻഡ് എയ്ഡ്സ് ബൈ 2025, 0 ന്യൂ HIV ഇൻഫെക്ഷൻസ് ബൈ 2025 ക്യാമ്പയിൻ. അപ്പോൾ അതാണ് അതിൻ്റെ പേര്. അപ്പം എയ്ഡ്സ് അവസാനിപ്പിക്കുക 2025 കൂടി എയ്ഡ്സിൻ്റെ എയ്ഡ്സ് രോഗികളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ള ഭാഗമായി 0 ന്യൂ HIV ഇൻഫെക്ഷൻസ് ബൈ 2025 ക്യാമ്പയിൻ ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഓർത്തിരിക്കണേ, എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിലാണ്. അതുപോലെ ജ്യോതിസ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് കേട്ടിട്ടുണ്ടോ? ഇതെല്ലാം കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ അണ്ടറിൽ വരുന്ന പ്രോജക്റ്റാണ്. ജ്യോതിസ്, ഉഷസ്, സുരക്ഷ, പുലരി. ജ്യോതിസ് എന്ന് പറഞ്ഞാൽ HIV അല്ലെങ്കിൽ എയ്ഡ്സ് രോഗ ബോധവൽക്കരണമാണ്, അവയർനെസ് ആണ് ജ്യോതിസ്. നമ്മൾ ഈ പ്രഗ്നൻറ്റ് ലേഡീസിനൊക്കെ അറിയാം, അവരൊക്കെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ആദ്യത്തെ ഒരു ട്രൈമസ്റ്ററിൽ HIV ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അവർ ജ്യോതിസ് ലാബിലായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പം അത് ഓർത്തിരിക്കാം. ഉഷസ് നോക്കൂ. ഉഷസ് എന്ന് വെച്ചാൽ ഹൈ റിസ്ക് ഗ്രൂപ്പുള്ള ആളുകൾക്ക്, ഹൈ റിസ്ക് ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഉഷസ്. അതുപോലെ സുരക്ഷ കേൾക്കുമ്പോഴേ അറിയാം. സുരക്ഷ അവർക്ക് സുരക്ഷിതമായ സ്ഥാനങ്ങൾ ഒരുക്കുക, പ്രൊവൈഡ് സേഫ് സ്പേസസ് ഫോർ അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ്. HIV അഫക്റ്റഡ് ഇൻഡിവിജ്വൽസിന് സേഫ് സ്പേസസ് ഒരുക്കുകയാണ് സുരക്ഷ, സുരക്ഷിതമായ സ്ഥാനങ്ങൾ എന്ന് ഓർത്തിരിക്കുക. അതുപോലെ പുലരിയാണ് പ്രിവെൻഷൻ ആൻഡ് സപ്പോർട്ടാണ് നൽകുന്നത്. HIV പ്രിവെൻഷൻ ആൻഡ് സപ്പോർട്ട് ആണ് പുലരി. അപ്പോൾ ഇത്രയും പ്രോജക്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. അമൃത ദേവി ബിഷ്ണോയി അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമൃത ദേവി ബിഷ്ണോയി തണ്ണീർത്തട സംരക്ഷണം, വൈദ്യശാസ്ത്രം, വനസംരക്ഷണം, ബഹിരാകാശ ഗവേഷണം. അപ്പോൾ അമൃത ദേവി ബിഷ്ണോയി വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ഇത് രാജസ്ഥാനിലായിരുന്നു. രാജസ്ഥാൻ. ഇതിനൊരു കഥയൊക്കെ ഉണ്ട്. ഖെജാരി മരങ്ങൾ, ഖെജാരി അതായത് ബിഷ്ണോയി എന്ന് പറയുന്നത് ഒരു ഗോത്രവർഗ്ഗമാണ്. അപ്പം അവർക്ക് ഖെജാരി ട്രീസിനെ സംരക്ഷിക്കുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നു. ആ ഒരു മരത്തിൻ്റെ പേരിൽ ഉണ്ടായ ഒരു ഇതാണത്. അപ്പോൾ അവർ മരിച്ചു. മരത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് ഒരു രക്തസാക്ഷിത്വം വഹിച്ച ഒരു വ്യക്തിയാണ് അമൃത ദേവി ബിഷ്ണോയ്. അപ്പോൾ ഓർത്തിരിക്കുക, രാജസ്ഥാനിലായിരുന്നു ആ മരം. ഖെജാരി ട്രീസ് ആണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹൊമോന ലേഡി എന്ന മനുഷ്യ പൂർവികൻ്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ്? കാർല കേവ്, റൈസിംഗ് സ്റ്റാർ കേവ്, ബോറ കേവ്, വൈറ്റ് സ്കാർ കേവ്. റൈസിംഗ് സ്റ്റാർ കേവ് ആണ് ഉത്തരം. റൈസിംഗ് സ്റ്റാർ കേവ് ഓർത്തിരിക്കണേ. ഹൊമോന ലേഡി ഒരു മനുഷ്യപൂർവികൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഇന്ദിരാഗാന്ധി, കൽപ്പന ചൗള, വാൻകാരി മഥായി, സുനിത വില്യംസ്. ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം കറണ്ട് അഫയർ ആണ്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഉത്തരം ഈസിയായിട്ട് ഗസ് ചെയ്യാം. എന്നാലും അങ്ങനെയൊന്നും ഗസ് ചെയ്യരുത്. ഉത്തരം സുനിത വില്യംസ് ആണ്. സുനിത വില്യംസിൻ്റെ അവസാന ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു പ്രസ്താവനയായിരുന്നു വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്നുള്ളത്. അപ്പോൾ നോക്കൂ, റിട്ടേൺ ടു എർത്ത്, അതായത് സുനിത വില്യംസും ബന്ധപ്പെട്ട അവസാനത്തെ ഒരു നമുക്കറിയാം അവസാനത്തെ സ്പേസ് യാത്രയായിരുന്നു അവരുടെ. നമ്മുടെ ഇത് മാർച്ച് 19 അവർ തിരിച്ച് എർത്തിൽ ഭൂമിയിൽ വന്നു. അപ്പോൾ അത് ഏകദേശം 9 മാസത്തോളം നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. ഒരാഴ്ചത്തെ ഇതിനായിരുന്നു അവർ ISS ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയിട്ട്. പക്ഷേ മാർച്ച് 19, 2025 തിരിച്ചെത്തിയത്. സ്പേസ് ക്രാഫ്റ്റ് അവർ പോയ സ്പേസ് ക്രാഫ്റ്റ് ആയിരുന്നു. അവർ തിരിച്ചെത്തിയ സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേരാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. സ്പേസ് എക്സ് ക്രൂ 9 ഡ്രാഗൺ ആണ്. സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ ഒന്ന് ഓർത്തിരിക്കുക. ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റിലായിരുന്നു അവർ തിരിച്ചെത്തിയത്. അവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് ആസ്ട്രോനോട്ട്സ് ആണ് ബുച്ച് വിൽമോർ, നിക് ഹേഗ ആൻഡ് അലക്സാണ്ടർ ഗുർബുനോവ്. അപ്പോൾ ഇത് ഇപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട് മറ്റ് ഉള്ള ആസ്ട്രോനോട്ട്സ് ആരാണെന്ന്. ബുച്ച് വിൽമോർ, നിക് ഹേഗ്, അലക്സാണ്ടർ ഗുർബുനോവ് ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു യാത്രയോടുകൂടി
സുനിത വില്യംസിന് ഒരു റെക്കോർഡ് ലഭിച്ചു. അതായത് 9 നടത്തങ്ങൾ അവർ നടത്തി. അങ്ങനെ 62 മണിക്കൂറും 6 മിനിറ്റും അവർ ബഹിരാകാശത്ത് നടന്നു എന്ന റെക്കോർഡ് അവർ നടന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ബഹിരാകാശ നടത്തങ്ങൾ നടത്തിയത് സുനിത വില്യംസ് ആണ്. അത് ആരെയാണ് ആ ഒരു റെക്കോർഡ് മറികടന്നതെന്ന് ചോദിച്ചാൽ പെഗ്ഗി വിൽസൺ ആണ്. പെഗ്ഗി വിൽസൺ 60 മണിക്കൂറും 21 മിനിറ്റുമാണ് പെഗ്ഗി വിൽസൺ നടന്നത്. ഇനി ഇവർ അങ്ങോട്ട് പോയത്, അതായത് ISS ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയ ഒരു വാഹനമുണ്ട്, അതും കൂടെ ഓർത്തിരിക്കണം. ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനർ ക്രൂവിലായിരുന്നു അവർ പോയത്. ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനർ ക്രൂവിലായിരുന്നു അവർ അങ്ങോട്ടേക്ക് പോയത്. എന്നാ പോയതെന്ന് ചോദിച്ചാൽ 2024 ജൂൺ 5 അവരുടെ ബഹിരാകാശ യാത്ര. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? അപ്പോൾ SDX-01 and 02, SDS-01 and 02, SPX-01 and 02, SPS-01 and 02. അപ്പോൾ ഉത്തരം നമുക്കറിയാം. SDX എന്നാണ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റിനെ സൂചിപ്പിക്കുന്നത്. SDX സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അതിൻ്റെ SDX-1 and 02, 01 and 02 ആണ്. അപ്പോൾ അതിന് പേരുണ്ട്. SDX-01 ആണെങ്കിൽ ചേസറാണ്, SDX-02 ആണെങ്കിൽ ടാർജറ്റാണ്. അപ്പോൾ നമുക്കറിയാം, ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുകയും അതുപോലെ വിച്ഛേദിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് സ്പേസ് ഡോക്കിംഗ്. അതിൽ കൂട്ടിയോജിപ്പിക്കുന്നത് ചേസർ, അത് ടാർജറ്റ് ചെയ്യുന്നത്, അതിൻ്റെ പേരാണ് SDX-02. ഓർത്തിരിക്കുമല്ലോ, ടാർജറ്റ്. അപ്പോൾ ഇതെന്നാണ് വിക്ഷേപിച്ചത് എന്ന് ചോദിച്ചാൽ ഡിസംബർ 30, 2024 വിക്ഷേപിച്ചത്. ലോഞ്ചിങ് വെഹിക്കിളാണ് PSLV C60. ഓർത്തിരിക്കുമല്ലോ, ഡിസംബർ 30, 2024 ലോഞ്ച് ചെയ്തത്. ലോഞ്ചിങ് വെഹിക്കിൾ PSLV C60 ആണ്. ഇത് ഫസ്റ്റ് ഡോക്കിംഗ് നടക്കണമല്ലോ, ഫസ്റ്റ് ഡോക്കിംഗ് ചെയ്തത് ജനുവരി 16, 2025. അതുപോലെ സെക്കൻഡ് ഡോക്കിംഗ് ഇപ്പോൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അൺഡോക്കിംഗ് നടന്നത്, ഫസ്റ്റ് ഡോക്കിങ്ങിനെ അൺഡോക്ക് ചെയ്തത് മാർച്ച് 13, 2025. പിന്നെ രണ്ടാമത് വീണ്ടും ഡോക്ക് ചെയ്തു, അതെന്നാണ് ഏപ്രിൽ 20. അപ്പോൾ 2 തവണ ഡോക്ക് ചെയ്തു. ഫസ്റ്റ് ഡോക്കിംഗ് ജനുവരി 16, 2025. സെക്കൻഡ് ഡോക്കിംഗ് ഏപ്രിൽ 20, 2025. അൺഡോക്കിംഗ് നടന്നത് മാർച്ച് 13, 2025. അപ്പോൾ ഇത് വിക്ഷേപിക്കുന്ന സമയത്തെ ചെയർമാനാണ് എസ് സോമനാഥ്. ഇപ്പോഴത്തെ ISRO ചെയർമാൻ ആരാണെന്ന് നമുക്കറിയാം, വി നാരായണൻ. ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റുമായിട്ട് ഓർത്തിരിക്കാം. ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പരീക്ഷണം നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന്. 4ാമത്തെ രാജ്യം. മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അമേരിക്ക, റഷ്യ, ചൈനയാണ്. അമേരിക്ക, റഷ്യ, ചൈന. USA, റഷ്യ, ചൈന, ഇത്രയും രാജ്യങ്ങൾ. പിന്നെ ഇന്ത്യ, സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് നടന്നത്. ഓർത്തിരിക്കുമല്ലോ. അടുത്ത ചോദ്യം നോക്കൂ. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏത് അലോഹ മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3 കണ്ടെത്തിയത്? സൾഫർ, അലൂമിനിയം, ടൈറ്റാനിയം, കാൽസ്യം. ഉത്തരം സൾഫർ ആണ് കേട്ടോ, സൾഫർ. അലോഹ മൂലകം നല്ല ചോദിച്ചത് ഓപ്ഷനിൽ നമുക്ക് അങ്ങനെ കിട്ടും, കാൽസ്യം കിട്ടത്തില്ല. അപ്പം ടൈറ്റാനിയം, അലൂമിനിയം, കാൽസ്യം. ഉത്തരം സൾഫർ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ചന്ദ്രയാൻ 3 ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. ചന്ദ്രയാൻ 3 ബന്ധപ്പെട്ടത്. അപ്പോൾ ചന്ദ്രയാൻ 3 എന്നാണ് വിക്ഷേപിച്ചതെന്ന് നമുക്കറിയാം. ജൂലൈ 14, 2023. ജൂലൈ 14, 2023. മൂൺ സർഫസ്, അതായത് ഇത് മൂണിൻ്റെ സർഫസിൽ എത്തിച്ചേർന്നത് എന്നാണ്? ഓഗസ്റ്റ് 23, 2023. ഓഗസ്റ്റ് 23, 2023. ഈ ദിവസത്തെ നമ്മൾ ദേശീയ ബഹിരാകാശ ദിനമായിട്ടൊക്കെ ആചരിക്കുന്നുണ്ട്. ലോഞ്ചിങ് വെഹിക്കിൾ ഏതാണെന്ന് ഓർത്തിരിക്കുക. LVM Mark 4, LVM-3 Mark 4 ലോഞ്ചിങ് വെഹിക്കിൾ. PSLV ആണ്, PSLV, അത് PS ഇല്ല. അപ്പം LVM Mark 3 Mark 4. ചന്ദ്രയാൻ 2 Mark 3 ആണ്. ഇതപ്പം അതിൻ്റെ ഒരു മോഡിഫൈഡ് വെഹിക്കിൾ. അപ്പോൾ Mark 4 എന്ന് ഓർത്തിരിക്കുക. അതുപോലെ അവിടെ കണ്ടെത്തിയ മെറ്റൽസ് ഒന്ന് ഓർത്തിരിക്കണം. അയൺ, അലൂമിനിയം, സിലിക്കൺ, ടൈറ്റാനിയം. അയൺ, അലൂമിനിയം, സിലിക്കൺ, ടൈറ്റാനിയം. അവിടെ കണ്ടെത്തിയ നോൺ മെറ്റൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, അതായത് ഇതിനെ ഡിറ്റക്ട് ചെയ്തത് നമ്മുടെ ചന്ദ്രയാൻ 3 ഡിറ്റക്ട് ചെയ്തതാണ്. ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ, പിന്നെ ചെറിയ അളവിൽ എന്തുണ്ട്? സിലിക്കണുണ്ട്. സിലിക്കൺ അല്ല, ഇവിടെ സൾഫർ ആണ് ഉദ്ദേശിച്ചത്. ഞാൻ എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. സൾഫർ ഓർത്തിരിക്കണം, ഇവിടെ ഇല്ല കേട്ടോ. സൾഫർ.
പിന്നെ കമ്പോണൻസ് നോക്കൂ. നമ്മൾ ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുമ്പോൾ നമുക്കറിയാം, ഓൾറെഡി പരീക്ഷയ്ക്ക് ചോദിച്ച ഭാഗമാണ് കമ്പോണൻസ് ചേർക്കണത്. വിക്രം ലാൻഡർ, ചന്ദ്രയാൻ 3യിലുള്ള ലാൻഡറിൻ്റെ പേരാണ് വിക്രം. റോവറിൻ്റെ പേരാണ് പ്രഗ്യാൻ. പിന്നെ കൂടാതെ പ്രൊപ്പൾഷൻ മൊഡ്യൂൾ. അപ്പോൾ 3 കമ്പോണൻസ് ആണ്. വിക്രം ലാൻഡർ എന്ന് പഠിക്കുക, പ്രഗ്യാൻ റോവർ, ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന കുട്ടികൾ കാണും. അപ്പോൾ അവരെന്ത് ചെയ്യുക, നല്ലതുപോലെ പഠിക്കുക. പിന്നെ പ്രൊപ്പൾഷൻ മൊഡ്യൂൾ ഓർത്തിരിക്കുക. ഇതുപോലെ ചന്ദ്രയാൻ 3യുടെ സമയത്തുള്ള നമുക്കറിയാം ISRO ചെയർമാൻ ആരാണ്? എസ് സോമനാഥാണ്. ISRO ചെയർമാൻ എസ് സോമനാഥ് ആയിരുന്നു. പിന്നെ പ്രോജക്റ്റ് ഡയറക്ടറുണ്ട്. പ്രോജക്റ്റ് ഡയറക്ടർ പളനിവേൽ വീരമുത്തുവേൽ എന്ന് പഠിക്കുക. പ്രോജക്റ്റ് ഡയറക്ടർ പിയിലാണ് തുടങ്ങുന്നത്, ഇതും പിയിലാണ് തുടങ്ങുന്നത്. അതുപോലെ മിഷൻ ഡയറക്ടർ മോഹനകുമാർ, അതും എമ്മിലാണ്, ഇതും എമ്മിലാണ്. അത് ചന്ദ്രയാൻ 3യുടെ ആണെന്ന് ഓർത്തിരിക്കുക. മോഹനകുമാർ, മിഷൻ ഹെഡ് മോഹനകുമാർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുമല്ലോ. പിന്നെ ചന്ദ്രയാൻ 2 ഉണ്ട്, ചന്ദ്രയാൻ 1 ഉണ്ട്. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചതാണെങ്കിൽ എന്നാണ്? ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചതാണെങ്കിൽ 2008 ഒക്ടോബർ 22 ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചതാണെങ്കിൽ 2019 ജൂലൈ 22 എന്ന് ഓർത്തിരിക്കുക. ജൂലൈ 22. അപ്പോൾ എല്ലാം 22 ആദ്യത്തെ രണ്ടും വിക്ഷേപിച്ചത്. ഇത് ജൂലൈ 14 എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഓർത്തിരിക്കുമല്ലോ ഇത്രയും കാര്യങ്ങൾ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. താഴെ പറയുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തത് ആര്? കുകേഷ് ഡി, മനു ഭാക്കർ, ഹർമൻപ്രീത് സിംഗ്, സുഖ്ജിത്ത് സിംഗ്. അപ്പോൾ ഓപ്ഷൻ കണ്ടല്ലോ. 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തെ സംബന്ധിച്ചാണ് ചോദ്യം വന്നിരിക്കുന്നത്. നമുക്കറിയാം കുകേഷ് ഡി, മനു ഭാക്കർ, ഹർമൻപ്രീത് സിംഗ് ഇവർ 3 പേരും ഖേൽരത്ന പുരസ്കാരം നേടിയവരാണ്. ഉത്തരം വരുന്നത് സുഖ്ജിത്ത് സിംഗ് ആണ്. സുഖ്ജിത്ത് സിംഗ് ഓർത്തിരിക്കുമല്ലോ, സുഖ്ജിത്ത് സിംഗ്. അതുപോലെ നമ്മൾ ഓർത്തിരിക്കണം ഗുകേഷ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ചെസ്സുമായി ബന്ധപ്പെട്ടതാണ്. ഹർമൻപ്രീത് സിംഗ് ആണെങ്കിൽ ഓർത്തിരിക്കണേ, ഹർമൻപ്രീത് സിംഗ് ആണെങ്കിൽ ഹോക്കിയാണ്, ഹോക്കി താരമാണ്. മനു ഭാക്കർ ആണെങ്കിൽ ഷൂട്ടിംഗ് ആണ്. ഷൂട്ടിംഗ്. ഡി കുകേഷ് ചെസ്സാണ്, ഹോക്കിയാണ്. ഹർമൻപ്രീത് സിംഗ്, മനു ഭാക്കർ ആണെങ്കിൽ ഷൂട്ടിംഗ് ആണ്. ഇനി ഇവരെ കൂടാതെ ഒരാളും കൂടെ ഉണ്ട്, പ്രവീൺ കുമാർ. അതാണ്ട് ഓപ്ഷനിൽ കാണാം നമുക്ക്. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടിയവർ 4 പേരായിരുന്നു. പ്രവീൺ കുമാർ ആണെങ്കിൽ പാരാ അത്ലറ്റിക്, അതായത് പാരാലിമ്പിക് അറിയാലോ, പാരാലിമ്പിക് ഗെയിംസിലെ അത്ലറ്റിക് വിഭാഗത്തിലാണ് പ്രവീൺ കുമാർ. അതുപോലെ അർജുന അവാർഡ് നേടിയവരാരൊക്കെയാണെന്ന് നോക്കാമോ? സരബ്ജോത് സിംഗ്. ഞാൻ പ്രധാനപ്പെട്ട കുറച്ച് പേരെ മാത്രമേ എടുത്തിട്ടുള്ളൂ, എല്ലാവരെയും ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റത്തില്ല. പ്രധാനപ്പെട്ട 2-3 പേര് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. സരബ്ജോത് സിംഗ്, സ്വപ്നിൽ കുസാലെ. അപ്പോൾ ഇവർ 2 പേരും ഒളിമ്പിക് മെഡൽ നേടിയ ആളുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ അർജുന അവാർഡിൽ ഇവർ 2 പേരെയും കൊണ്ട് പരിചയപ്പെടുത്തുന്നത്. സരബ്ജോത് സിംഗും സ്വപ്നിൽ കുസാലയുമാണ് അർജുന അവാർഡ് ലഭിച്ചത്. അതുപോലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അർജുന അവാർഡ് ലഭിച്ചത് മുരളീകാന്ത് രാജാറാം പെത്കർ ആണ്. അത് മുരളീകാന്ത് എന്നോർത്തിരിക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ പാരാലിമ്പിക് ഗോൾഡ് മെഡൽ നേടിയ താരമാണ് മുരളീകാന്ത്. സ്വിമ്മിങ്ങിലായിരുന്നു അദ്ദേഹത്തിന് ഗോൾഡ് മെഡൽ ലഭിച്ചത്. അപ്പോൾ ഓർത്തിരിക്കുമല്ലോ. ലൈഫ് ടൈം അർജുന അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചത് മുരളീകാന്ത് രാജ് പെത്കറിനാണ്. അദ്ദേഹം സ്വിമ്മിങ്ങിൽ പാരാലിമ്പിക് താരമാണ്, ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. അതുപോലെ ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചവർ ആരൊക്കെയാണെന്ന് നോക്കൂ. ദീപാലി ദേശ്പാണ്ഡെ ഷൂട്ടിംഗ് കോച്ചും അർമാൻഡോ അഗ്നേലോ കൊളാക്കോ ഫുട്ബോൾ താരവുമാണ്. അപ്പോൾ അർമാൻഡോ എന്നോർത്തിരിക്കുക, ദീപാലി ദേശ്പാണ്ഡെ ഓർത്തിരിക്കുക, ദ്രോണാചാര്യ അവാർഡ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് പോസ് ചെയ്തിട്ട് ജസ്റ്റ് 2-3 വട്ടം ഒന്ന് വായിച്ച് ബൈഹാർട്ട് ചെയ്യുക. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുക. ഈ നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ഗായത്രി സ്പിവാക്ക്, രശ്മി സിൻഹ, ഇന്ദിര കെ നോയി, ഗാർഗി ഘോഷ്. ഉത്തരം വരുന്നത് ഗായത്രി സ്പിവാക്കാണ്. ആരാണ് ഈ ഗായത്രി സ്പിവാക്ക് എന്ന് അറിയണം. പുള്ളിക്കാരി ഒരു ലിറ്റററി ക്രിട്ടിക്കാണ്, ഇന്ത്യക്കാരിയാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം വന്നത്. നോർവേയുടെ ഉന്നത ബഹുമതിയാണ് ഹോൾബർഗ് പുരസ്കാരം എന്ന് ഓർത്തിരിക്കുക. ഇന്ത്യക്കാരിയാണ്. ഇന്ത്യയിൽ അവരുടെ ജന്മദേശം കൊൽക്കത്തയാണ്. 1942 ജനനം. സംസ്ഥാനം അപ്പോൾ വെസ്റ്റ് ബംഗാൾ എന്ന് ഓർത്തിരിക്കാം. അതുപോലെ ഇവരുടെ മേഖല
ഇവർ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. ഓർത്തിരിക്കുമല്ലോ. പിന്നെ ഇത്രയും ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ ഇവരുടെ കുറച്ച് ബുക്കും കൂടെ ഓർത്തിരിക്കണം. അവർ ലിറ്റററി ക്രിട്ടിക്കാൻ ഞാൻ പറഞ്ഞു, ധാരാളം ബുക്കുകൾ എഴുതിയിട്ടുണ്ട്, ധാരാളം വിവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് ബുക്കുകളാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ദ പോസ്റ്റ് കൊളോണിയൽ ക്രിട്ടിക്, ദ സ്പിവാക് റീഡർ. അപ്പോൾ ഈ സ്പിവാക് കാണുമ്പോൾ നമുക്ക് കിട്ടും. ദ സ്പിവാക് റീഡർ, അതർ ഏഷ്യാസ്, ഓഫ് ഗ്രാമറ്റോളജി, ദ ഡെത്ത് ഓഫ് എ ഡിസിപ്ലിൻ. അപ്പോൾ ഇതൊക്കെ ഇവരുടെ ഇമ്പോർട്ടൻ്റ് ബുക്കുകളാണ്. ദ പോസ്റ്റ് കൊളോണിയൽ ക്രിട്ടിക്, ദ സ്പിവാക് റീഡർ, അതർ ഏഷ്യാസ്, ഓഫ് ഗ്രാമറ്റോളജി, ദ ഡെത്ത് ഓഫ് എ ഡിസിപ്ലിൻ. അപ്പോൾ ഇത്രയും ഒന്ന് ഓർത്തിരിക്കണം. അടുത്ത ചോദ്യം, എല്ലാ സർക്കാർ സേവനങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച ഒരു സംരംഭമാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ, NEGP. താഴെ പറയുന്ന ഏത് വകുപ്പുകളാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ NEGP രൂപീകരിച്ചത്? ഓർത്തിരിക്കണേ. അപ്പോൾ ഏതാണ്? ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഭരണപരിഷ്കാരങ്ങളുടെയും പൊതുപരാതികളുടെയും വകുപ്പ്, കേന്ദ്ര ഇ ഗവേണൻസ് വകുപ്പ്, ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി. കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ പറഞ്ഞു തന്നത് ഫീമെയിൽ പ്രിസൺ ഓഫീസറുടെ ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 1 and 2 ആണ്. 1 and 2, അതായത് ഇതും. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും ഭരണപരിഷ്കാരങ്ങളുടെയും പൊതുപരാതികളുടെയും വകുപ്പ് ചേർന്നാണ് ഈ സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്നത്. ഇന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച സംരംഭമാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ. അപ്പം അതാണ് ഈ ഫുൾ ഫോം, നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ. ആരംഭിച്ചത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും ഇ ഗവേണൻസ് അല്ലേ. അപ്പം ഉറപ്പായിട്ട് ഈ കാണുമ്പോൾ നമുക്കറിയാം ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കിട്ടും. പിന്നെ ഗവേണൻസ് അല്ലേ, ഗവേണൻസ്. അപ്പോൾ എന്താണ്? ഭരണപരിഷ്കാരങ്ങളുടെയും പൊതുപരാതികളുടെയും വകുപ്പ് എന്ന് ഓർത്തിരിക്കുക. ഹ്യൂമൻ റൈറ്റ്സ് ഡേ 2024 അതിൻ്റെ തീമാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം കണ്ടുള്ള തീം, ഹ്യൂമൻ റൈറ്റ്സ് ഡേ 2024ൻ്റെ തീം എന്താണെന്നാണ് ചോദ്യം. Our rights, our future right now, freedom, equality and justice for all, dignity, freedom and justice for all, equality, reducing inequality, advancing human rights. അപ്പം ഇതിൽ ഉത്തരം വരുന്നത് our rights, our future right now ആണ് കേട്ടോ. only 1 ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അപ്പോൾ ഇത്ര ഓർത്തിരിക്കുക. തീം കണ്ടല്ലോ, തീം കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് കുറച്ച് ഡേയ്സ് ആൻഡ് തീംസ് നമുക്ക് നോക്കാനുണ്ട്. നമ്മൾ അതിലോട്ട് കിടക്കുകയാണ്. ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ആൻഡ് തീംസ്. ഇത് ഞാൻ 2025 കൊണ്ടുവന്നിരിക്കുന്നത്. 2025 മാത്രം. ഡിസംബർ 2 ഇത് ഓർത്തിരിക്കുക. ഈ ഡിസംബർ 2 വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെയാണ്. ഇത് മാത്രം 2024 കാരണം ഈ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ചോദിച്ചത് ഡിസംബറിലാണല്ലോ. ഡിസംബർ 10 2024 ആണല്ലോ. അപ്പോൾ അതേ മാസത്തിൽ അതാണ് ഒരെണ്ണം ഞാൻ എടുത്തു. എയ്ഡ്സ് ഡേ. ഡിസംബർ 2 എന്താണ്? എയ്ഡ്സ് ഡേ ആണ്. അപ്പം അതിൻ്റെ തീമാണ് ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത്, മൈ റൈറ്റ് എന്നുള്ളത് ഓർത്തിരിക്കണം. ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത്, മൈ റൈറ്റ്. ശരിയായ പാത തിരഞ്ഞെടുക്കുക. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശമാണ്. അതുപോലെ 2025 ജനുവരി 25 നമുക്കറിയാം. ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. അപ്പോൾ നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ തീമായിരുന്നു നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വിൽ വോട്ട് ഫോർ ഷുവർ. അപ്പോൾ വോട്ട് ചെയ്യുന്നതിനേക്കാൾ മാത്രം മറ്റൊന്നുമില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും എന്നാണ് അതിൻ്റെ തീം. നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വിൽ വോട്ട് ഫോർ ഷുവർ. ഐ വിൽ വോട്ട് ഫോർ ഷുവർ എന്നെങ്കിലും ഓർത്തിരുന്നാൽ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഉത്തരം കിട്ടും. അതുപോലെ തന്നെ ജനുവരി 25 മറ്റൊരു ദിവസത്തിൻ്റെ പ്രത്യേകതയുണ്ട്. നാഷണൽ ടൂറിസം ഡേ ആണ്. അതിൻ്റെ തീമാണ് ടൂറിസം ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. ടൂറിസം ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. ജാനുവരി 26 പ്രത്യേകത നമുക്കറിയാം. നമ്മുടെ റിപ്പബ്ലിക് ദിനമാണ്. നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ ഈ വർഷത്തെ പ്രമേയമായിരുന്നു സ്വർണിം ഭാരത് വിരസത് ഓർ വികാസ്. സ്വർണിം ഭാരത് വിരസത് ഓർ വികാസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. സ്വർണിം ഭാരത് വിരസത് ഓർ വികാസ്. ഗോൾഡൻ ഇന്ത്യ ഹെറിറ്റേജ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് നമ്മുടെ ഇത്. സ്വർണിം ഭാരത് ഗോൾഡൻ ഇന്ത്യ എന്നാണ്. ഫെബ്രുവരി 2 നമുക്കറിയാം തണ്ണീർത്തട ദിനമാണ്. പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. വെറ്റ്ലാൻഡുകളെ സംരക്ഷിക്കുക, തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക, ഭാവിയിലേക്കുള്ള തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്നാണ്. പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്ന് ഓർക്കണം. പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ് കിട്ടിയാൽ നമുക്ക് ഉപകാരമാണ്. ഫെബ്രുവരി 28 നമുക്കറിയാം നാഷണൽ സയൻസ് ഡേ ആണ്. എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ
സയൻസ് ആൻഡ് ഇന്നൊവേഷൻ ഫോർ വികസിത് ഭാരത്. ഇപ്പോൾ കേൾക്കുന്ന കുറേ വാക്കാണ് വികസിത് ഭാരത്, വിരസത്, വികാസ് ഇങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ 2025 ബന്ധപ്പെട്ട കുറച്ച് തീമുകളാണ്. അപ്പോൾ എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ഇന്നൊവേഷൻ ഫോർ വികസിത് ഭാരത്. ഈ വികസിത് ഭാരത് സയൻസ് ആൻഡ് ഇന്നൊവേഷൻ ഫോർ വികസിത് ഭാരത് എന്ന് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. നാഷണൽ സയൻസ് ഡേയുടെ തീമാണ്. അതുപോലെ മാർച്ച് 8 നമുക്കറിയാം വനിതാ ദിനമാണ്. അതിൻ്റെ പ്രമേയം ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാളിറ്റി ആൻഡ് എംപവർമെൻറ്റ്. എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒരേ അവകാശം, തുല്യത, എംപവർമെൻറ്റ്, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ മാർച്ച് 21 നമുക്കറിയാം വനദിനമാണ്. വനദിനത്തിൽ നിന്ന് പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എന്നതായിരുന്നു. ഫോറസ്റ്റ് ആൻഡ് ഫുഡ് 2025 വനദിനം മാർച്ച് 21 ഫോറസ്റ്റ് ആൻഡ് ഫുഡ്. 22 ആണെങ്കിൽ എന്താണ്? ജലദിനമാണ്. ജലദിനം ഗ്ലേസിയർ പ്രിസർവേഷൻ ആയിരുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഗ്ലേസിയർ പ്രിസർവേഷൻ. അപ്പോൾ ഓർത്തിരിക്കുക. ഇത്രയും തീം മാത്രമല്ല, ഇനി കുറച്ചും കൂടെ ഉണ്ട്, അതും കൂടെ നോക്കിപ്പോകാം. മാർച്ച് 23 ആണെങ്കിൽ മാർച്ച് 23ൻ്റെ പ്രത്യേകത എന്താണ്? അതെ, കാലാവസ്ഥാ ദിനമാണ്. കാലാവസ്ഥാ ദിനമാണ് മാർച്ച് 23. അതിൻ്റെ തീമാണ് ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗെദർ. നമുക്കറിയാം ഓസോൺ പാളിയിലൊക്കെ വിള്ളലുകൾ ഉണ്ടല്ലോ, അതൊക്കെ കാലാവസ്ഥാ വ്യതിയാനം മൂലമൊക്കെ ഉണ്ടാകുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഗ്യാപ്പ് ഒക്കെ നികത്തുക, അതാണ് ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗെദർ എന്ന് ഓർത്തിരിക്കണേ. ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗെദർ. അതുപോലെ മാർച്ച് 24 ക്ഷയദിനമാണ്. യെസ് വി ക്യാൻ എൻഡ് ടു TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ. നേരത്തെ ഇത് തന്നെയായിരുന്നു തീം. യെസ് വി ക്യാൻ എൻഡ് TB, ഈ വർഷത്തെ ഓർത്തിരിക്കുക. യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ. ഇത്ര ഓർത്തിരിക്കുക. കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ. അതുപോലെ ഏപ്രിൽ 7 ഹെൽത്ത് ഡേ ആണ്. ഹെൽത്തി ബിഗിനിങ്സ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. ഓർത്തിരിക്കണേ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്തി ബിഗിനിങ്സ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. അപ്പോൾ ആരോഗ്യമായ തുടക്കങ്ങൾ, പ്രതീക്ഷാപരമായ ഭാവികൾ, അതാണ്. ഏപ്രിൽ 22 നമുക്കറിയാം ഭൗമദിനം. അവർ പവർ അവർ പ്ലാനറ്റ് ആണ്. അവർ പവർ അവർ പ്ലാനറ്റ്, അവർ പവർ അവർ പ്ലാനറ്റ്. അതുപോലെ മെയ് 22 എന്താണ്? മെയ് 22 ജൈവ വൈവിധ്യ ദിനമാണ്. ജൈവ വൈവിധ്യ ദിനം. ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഹാർമണി വിത്ത് നേച്ചർ. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി വരുന്നത് നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് ഓർത്തിരിക്കുക. ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ജൂൺ 5 ഏറ്റവും ഒടുവിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ജൂൺ 5 പുട്ടിംഗ് ആൻ എൻഡ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ. അപ്പോൾ നേരത്തെ നമുക്കറിയാം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ്. അത് ഏകദേശം അത് തന്നെയാണ് ഇപ്പോഴും. പ്ലാസ്റ്റിക് പൊല്യൂഷൻ്റെ എൻഡ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ തന്നെയാണ്. അത് വന്നാലും നമ്മുടെ ഓപ്ഷൻ കറക്റ്റ് ആണ് കേട്ടോ. ജൂൺ 5. അപ്പോൾ ഇത് ഓർത്തിരിക്കണേ, പുട്ടിംഗ് ആൻഡ് എൻഡ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ. അതുപോലെ ഞാൻ ഇവിടെ ഒരു അഡീഷണൽ ഒരു ഫാക്ട് കൊടുത്തിട്ടുണ്ട്. 2025 എൻവയോൺമെൻറ്റൽ ഡേയുടെ ഹോസ്റ്റ് സിറ്റി ആയിരുന്നു ജെജു, സൗത്ത് കൊറിയ. സൗത്ത് കൊറിയയിലെ ജെജു ആയിരുന്നു പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ വേദി. 2026 ആണെങ്കിൽ അത് അസർബൈജാൻ ആണെന്ന് ഓർത്തിരിക്കുക. അസർബൈജാൻ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കണ്ടതാണ് PSCയിൽ. അസർബൈജാനോട്ടൊക്കെ ബന്ധപ്പെട്ട ഉച്ചകോടികളുടെയൊക്കെ ചോദ്യങ്ങൾ ഓർത്തിരിക്കണമല്ലോ. അടുത്ത ചോദ്യം, choose the correct statement with respect to the National Space Day celebration in India. It is celebrated on 23rd August of every year. Touching lives while touching the moon, India's space saga is the theme for National Space Day 2025. It commemorates the successful landing of Chandrayaan 3 on the moon. It was announced to celebrate the successful Mars orbiter mission. It builds greater awareness and enthusiasm among citizens about India's space journey. അപ്പോൾ ഇതിൻ്റെ മലയാളം ഞാൻ എടുത്തില്ല, കാരണം നമ്മൾ അടുത്തതിന് ഡിഗ്രി പ്രിലിംസ് ഒക്കെ വരുന്ന ആളുകൾക്ക് മാക്സിമം നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ ക്വസ്റ്റ്യൻ വായിച്ചു പോകുന്നതായിരിക്കും ബെറ്റർ, കാരണം മലയാളത്തിൽ തർജ്ജിമകൾക്കൊക്കെ വ്യത്യാസം കാണും. അപ്പോൾ ഇത് നോക്കൂ, നമ്മുടെ ചോദ്യം നാഷണൽ സ്പേസ് ഡേയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. നാഷണൽ സ്പേസ് ഡേ എന്നാണെന്ന് നമ്മൾക്കിപ്പോൾ അറിയാം. ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്, ഓഗസ്റ്റ് 23-നാണ്. ഓഗസ്റ്റ് 23-നാണ്. ഇത് നോക്കൂ, രണ്ടാമത്തെ നമുക്ക് അറിയത്തില്ല, അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. 3 നോക്കൂ, ഇറ്റ് കൊമമറേറ്റ്സ് സക്സസ്ഫുൾ ലാൻഡിങ് ഓഫ് ചന്ദ്രയാൻ 3. നമുക്കറിയാം ചന്ദ്രയാൻ 3ൻ്റെ വിക്ഷേപണ സമയത്ത് ആണ് നമ്മൾ ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ഇറങ്ങിയ സമയത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ദിവസത്തെയാണ് സ്പേസ് ഡേ ആയിട്ട് ആഘോഷിച്ച് തുടങ്ങിയത്. ഇറ്റ് അനൗൺസ്ഡ് സെലിബ്രേറ്റ് മാസ് ഓർബിറ്റർ മിഷൻ്റെ ഇതാണോ? അല്ല, അതും നമുക്കറിയാം. ഇറ്റ് ബിൽഡ്സ് ഗ്രേറ്റർ അവയർനെസ് ആൻഡ് എന്തൂസിയാസം എമംഗ് സിറ്റിസൺസ് അബൌട്ട് ഇന്ത്യ സ്പേസ് ജേർണി. അത് ശരിയാണല്ലേ. ഇതിനൊക്കെ ശേഷം ഈ അടുത്തിടയ്ക്കായിട്ട് പല ഈ സർവ്വ ദൗത്യങ്ങളും ജനങ്ങളിലേക്ക് ധാരാളമായിട്ട് ഒരു അവയർനെസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ചന്ദ്രയാൻ 3 വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിയല്ലേ.
അപ്പോൾ ഇത്ര ഏതൊക്കെ ശരിയാണെന്ന് നോക്കുക. നമുക്ക് അറിയാവുന്നത് 1, 3, 5 ശരിയാണെന്നുള്ളതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടറിയാം 4 തെറ്റാണെന്നുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷൻ എന്തുമായാലും തെറ്റായി പോയില്ലേ, 4 തെറ്റാണെന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് തന്നെയല്ലേ ശരി, 1, 3, 5 ശരി, 1, 3, 5 ശരി. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്, ടച്ചിങ് ലൈവ്സ് 2025 നാഷണൽ സ്പേസ് ഡേയുടെ തീം എന്താണെന്ന്. അപ്പോൾ അത് നമ്മൾ പഠിച്ചിരിക്കണം. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഇത് തന്നെയാണ് 2025 തീമായിട്ട് കിട്ടിയത്. നിങ്ങൾക്ക് കിട്ടിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവേത് നമ്മുടെ കമൻറ്റിൽ വന്ന് പറയുക 2025 നാഷണൽ സ്പേസ് ഡേയുടെ തീം എന്താണെന്ന്. ഇത് 2024 തീം ഇതാണ്, അത് നമുക്കറിയാം. 2024 തീമായിരുന്നു. 2025 തീം എനിക്ക് കിട്ടിയില്ല. കിട്ടിയവർ വന്ന് കമൻറ്റ് ചെയ്യൂ. ഓക്കെ, അടുത്ത ചോദ്യം. Identify the correct groupings based on the announcement regarding UPSC Top 10 Technologies in Chemistry 2024. അപ്പോൾ ഇത് സയൻസിൻ്റെ ചോദ്യമാണ്. എന്നാലും ഞാനിത് കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നത് കൊണ്ട് എടുത്തുകൊണ്ട് വന്നതാണേ. അപ്പോൾ ഇതിനകത്ത് കണ്ടോ കുറേ കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ IUPSC പുറത്ത് വന്ന റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ആ ഒരു അനൗൺസ്മെൻറ്റിൽ ടോപ്പ് 10 ടെക്നോളജീസ് ഏതാണെന്നാണ് ചോദിച്ചത്. കെമിസ്ട്രിയിൽ. അപ്പം അത് ഉത്തരം ഞാൻ പറയാം. ഓപ്ഷൻ എ ആണ്, ആക്റ്റീവ് അഡ്സോർപ്ഷൻ, അപ്റ്റമേഴ്സ്, എംഎക്സീൻസ്, ട്രിബോ ഇലക്ട്രിക് നാനോ ജനറേറ്റേഴ്സ്. അപ്പോൾ ഇതാണ് ടോപ്പ് 10 ടെക്നോളജീസിൽ വരുന്ന ആദ്യത്തെ 4 കാറ്റഗറീസ്. ആക്റ്റീവ് അഡ്സോർപ്ഷൻ, അപ്റ്റമേഴ്സ്, എംഎക്സീൻസ്, ട്രിബോ ഇലക്ട്രിക് നാനോ ജനറേറ്റേഴ്സ്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതാണ്. ഇനി നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പോകുന്നത് സിവിൽ എക്സൈസിൻ്റെ കഴിഞ്ഞ മാസം നടന്ന സിവിൽ എക്സൈസിൻ്റെ ആദ്യത്തെ ചോദ്യം നോക്കൂ. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി നമുക്കറിയാം ആരാണ്. റോഷി അഗസ്റ്റിനാണോ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, സജി ചെറിയാൻ, എം മണി? ആരാണ്? സജി ചെറിയാനാണ്. സജി ചെറിയാൻ കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ്. സജി ചെറിയാൻ കൈകാര്യം ചെയ്യുന്ന മറ്റൊരു വകുപ്പാണ് ഫിഷറീസ് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് മന്ത്രിമാരെയും കൂടുതൽ എല്ലാവരെയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഫിഷറീസ് ആണ് സജി ചെറിയാൻ. അപ്പോൾ നമുക്ക് ആദ്യം നോക്കൂ, ഹാർബർ എഞ്ചിനീയറിംഗ്. ഹാർബർ എന്ന് പറയുമ്പോൾ തന്നെ തുറമുഖ എഞ്ചിനീയറിംഗ് ആണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ഫിഷറീസ്, കൾച്ചർ, സംസ്കാരം. നമ്മളിപ്പോൾ ചോദിച്ച ചോദ്യമാണ് സാംസ്കാരിക, അതാണ് കൾച്ചർ. സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഈ മന്ത്രിക്ക് കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇത്. അടുത്ത് നോക്കൂ, VN വാസവൻ, സഹകരണ കോർപ്പറേഷൻ. പോർട്ട്, തുറമുഖം, ദേവസ്വം, ഇതൊക്കെ VN വാസവനാണ്. ശിവൻകുട്ടി നമുക്കറിയാം എഡ്യൂക്കേഷണൽ മിനിസ്റ്ററാണ്. അതുപോലെ തൊഴിൽ സംബന്ധമായ കൈകാര്യം ചെയ്യുന്നത് ശിവൻകുട്ടിയാണ്. ലേബർ, അതുപോലെ ഇൻഷുറൻസ് ഓർത്തിരിക്കണം. ഇൻഷുറൻസ് ഒരിക്കലും നമ്മൾ വിചാരിക്കത്തില്ല, നമ്മളത് ഫിനാൻസിലൊക്കെ പോകും. അപ്പോൾ ഓർത്തിരിക്കുക. മെഡിക്കൽ സർവീസ്, അപ്പം നമുക്ക് കൺഫ്യൂഷൻ ആകും എന്ന് തോന്നുന്നത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻഷുറൻസ്, മെഡിക്കൽ സർവീസ്. ജനറൽ എഡ്യൂക്കേഷനും ലേബറും നമുക്ക് കിട്ടും. ഇൻഷുറൻസ്, മെഡിക്കൽ സർവീസും ശിവൻകുട്ടി ആണ്. P. രാജീവ് നമുക്കറിയാം. P. രാജീവുമായിട്ട് ബന്ധപ്പെട്ടത് നിയമമന്ത്രിയാണ്. പിന്നെ ഇൻഡസ്ട്രീസ്, കൊമേഴ്സ്, മൈനിങ് ആൻഡ് ജിയോളജി. പിന്നെ നോക്കൂ, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്, കയർ, അതുപോലെ കൈത്തറി. ഇതെല്ലാം P. രാജീവാണ്. P. രാജീവ് ഓർത്തിരിക്കുമല്ലോ. ലോ എങ്കിലും ഓർത്തിരിക്കുക. ലോ, ഇൻഡസ്ട്രീസ്, മൈനിങ് ആൻഡ് ജിയോളജി. ഇൻഡസ്ട്രി ഓർക്കുമ്പോൾ മൈനിങ് ആൻഡ് ജിയോളജി ഒക്കെ കിട്ടിക്കോളും. കൊമേഴ്സ് ഓർത്തിരിക്കുക. കൊമേഴ്സ് ഓർക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ എവിടോട്ട് പോകാൻ സാധ്യതയുണ്ട്, ടാക്സ് അങ്ങനെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത് നോക്കുക, OR കേളു, വെൽഫെയർ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് ബാക്ക്വേർഡ് ക്ലാസ്സസും ഉണ്ട്. അപ്പോൾ ഇത്രയും 3 കാറ്റഗറിയുടെ വെൽഫെയർ ആരാണ്? OR കേളു ആണ്. അത് ചോദിച്ചിട്ടുമുണ്ട്. P. പ്രസാദ് കൃഷിയാണ് അല്ലേ. കൃഷി ചെയ്യുന്നവർക്ക് ഒരു മനസ്സിനൊരു പ്രസാദമായിരിക്കും. അപ്പോൾ ഓർത്തിരിക്കുക. അഗ്രികൾച്ചർ, സോയിൽ സർവേ, സോയിൽ കൺസർവേഷൻ ഓർത്തിരിക്കണം. പിന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും ഒക്കെ ഈ മന്ത്രിയുടെ അണ്ടറിലാണ് വരുന്നത്. അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, സോയിലുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെല്ലാം P. പ്രസാദാണ് വരുന്നത്. അതുപോലെ ഫിഷറീസ് എടുക്കുമ്പോൾ ഫിഷറീസ് യൂണിവേഴ്സിറ്റിയൊക്കെ സജി ചെറിയാൻ്റെ അണ്ടറിൽ വരും. അപ്പോൾ ഓരോന്നും ആരാണോ കൈകാര്യം ചെയ്യുന്നത് അപ്പം അതുമായിട്ടുള്ള എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങോട്ടായിരിക്കും വരുന്നത്. ഹയർ എഡ്യൂക്കേഷനാണ്. അതുപോലെ PA മുഹമ്മദ് റിയാസ് നോക്കൂ, നമുക്കറിയാം പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ്. ടൂറിസം നമുക്കറിയാം പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ റോഡ് പണിയായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ അപ്പോൾ PA മുഹമ്മദ് റിയാസിൻ്റെ പേരിലായിരുന്നു വന്നത്. വീണ ജോർജ് നമുക്കറിയാം ഹെൽത്ത് ആണ്. പിന്നെ ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്, ഫാമിലി വെൽഫെയർ ഓർത്തിരിക്കണം. ഫാമിലി വെൽഫെയർ, കുടുംബാസൂത്രണം, കുടുംബക്ഷേമമൊക്കെ വീണ ജോർജിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതുപോലെ മെഡിക്കൽ എഡ്യൂക്കേഷൻ, അപ്പോൾ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഒക്കെ വരുന്നത് ആരുടെ അണ്ടറിലായിരിക്കും? വീണ ജോർജിൻ്റെ അണ്ടറിലായിരിക്കും. ആയുഷ്, പിന്നെ വുമൺ ആൻഡ് ചിൽഡ്രൻ വെൽഫെയർ എന്നുണ്ട്, ബാക്കി ഉണ്ടായിരുന്നത് ഇത് വന്നില്ല. വുമൺ ആൻഡ് ചൈൽഡ് വെൽഫെയർ ഒക്കെ വീണ ജോർജിൻ്റെ അണ്ടറിലാണ്.
അതുപോലെ ജെ ചിഞ്ചു റാണി നോക്കൂ, ജെ ചിഞ്ചു റാണി നമുക്കറിയാം ആനിമൽ ഹസ്ബൻഡറി ഡയറി ഡെവലപ്മെൻറ്റ്. അതുപോലെ വെറ്റിനറി യൂണിവേഴ്സിറ്റി വരുന്നതും ജെ ചിഞ്ചു റാണിയുടെ അണ്ടറിലാണ്. ആനിമൽ ഹസ്ബൻഡറി ഡയറി ഡെവലപ്മെൻറ്റ്, പിന്നെ മിൽക്ക് കോർപ്പറേഷൻ പാലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, പിന്നെ ഈ വെറ്റിനറി എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടത് ജെ ചിഞ്ചു റാണിയുടെ അണ്ടറിലാണ്. അതുപോലെ ഡോക്ടർ ആർ ബിന്ദു നമുക്കറിയാം ഹയർ എഡ്യൂക്കേഷനാണ് അല്ലേ, കോളേജിയറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയും. അതുപോലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അവരുടെ അണ്ടറിലാണ്. സോഷ്യൽ ജസ്റ്റിസ് ഓർത്തിരിക്കണേ, സോഷ്യൽ ജസ്റ്റിസ്. അടുത്തത് കെ എൻ ബാലഗോപാൽ ഫിനാൻസ്, നാഷണൽ സേവിങ്സ്, അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ്, ഇതെല്ലാം ബാലഗോപാലിൻ്റെ അണ്ടർ. ഇത് മാത്രമല്ല 2-3 കൂടെ ഉണ്ട്, പ്രധാനമായിട്ട് ഇത്ര ഓർത്തിരിക്കുക, ഫിനാൻസ് ഒക്കെ ചോദിക്കുമ്പോൾ കിട്ടും. അതുപോലെ ജെ ആർ അനിൽ ആണെങ്കിൽ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് ആണ്, ഭക്ഷ്യവിഭവ വകുപ്പാണ്. ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ്. കൺസ്യൂമർ അഫയേഴ്സ്, ലീഗൽ മെട്രോളജി ഓർത്തിരിക്കുമല്ലോ, കൺസ്യൂമർ അഫയേഴ്സ് ഉപഭോക്തൃ കാര്യം, അപ്പോൾ അതും ജെ ആർ അനിലിൻ്റെയാണ്. അതുപോലെ റോഷി അഗസ്റ്റിൻ നമുക്കറിയാം ജലഗതാഗതമാണ്, ജലവിഭവമാണ്. ഇറിഗേഷൻ അതാണ്. കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് അതോറിറ്റി, അതുപോലെ വാട്ടർ ഡെവലപ്മെൻറ്റ് ഓർത്തിരിക്കണേ, റോഷി അഗസ്റ്റിൻ ചോദിച്ചിട്ടുള്ളതാണ്. കെ എൻ ബാലഗോപാലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. കെ കൃഷ്ണൻകുട്ടി ഇലക്ട്രിസിറ്റി, അനേർട്ട് അറിയാലോ, ഇലക്ട്രിസിറ്റി കെ കൃഷ്ണൻകുട്ടിയാണ്. എ കെ ശശീന്ദ്രൻ ആണെങ്കിൽ നമുക്കറിയാം ഇപ്പം ഒരുപാട് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽപ്പുണ്ട് അല്ലേ, ഫോറസ്റ്റും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനും എ കെ ശശീന്ദ്രനാണ്. പുലി ഇറങ്ങുമ്പോഴും ആന ചവിട്ടിക്കൊല്ലുമ്പോഴും ഒക്കെ ആരാണ് വാർത്താ സമ്മേളനത്തിൽ എ കെ ശശീന്ദ്രനാണ്, ഓർത്തിരിക്കുക. രാമചന്ദ്രൻ കടന്നപ്പള്ളി, അപ്പോൾ രജിസ്ട്രേഷൻ, മ്യൂസിയം, ആർക്കിയോളജി, ഇതെല്ലാം രാമചന്ദ്രൻ കടന്നപ്പള്ളി. എന്തൊക്കെയാണ്? രജിസ്ട്രേഷൻ, മ്യൂസിയം, ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ്. മ്യൂസിയം ഒക്കെ ഒരു പള്ളിക്കകത്താണെന്ന് ഓർത്തിരുന്നാൽ മതി, അപ്പോൾ കിട്ടും. അതുപോലെ കെ ബി ഗണേഷ് കുമാർ ആണെങ്കിൽ റോഡ് ട്രാൻസ്പോർട്ടും വാട്ടർ ട്രാൻസ്പോർട്ടും ഓർത്തിരിക്കുക. ചിലപ്പോൾ നമ്മൾ ഈ വാട്ടർ ട്രാൻസ്പോർട്ട് കൊണ്ട് ഇറിഗേഷൻ ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ ഇതിൽ എഴുതി വെക്കും, റോഷി അഗസ്റ്റിൻ അല്ല, ഓർത്തിരിക്കുക. വാട്ടർ ട്രാൻസ്പോർട്ടും റോഡ് ട്രാൻസ്പോർട്ടും കെ ബി ഗണേഷ് കുമാറാണ്. ഇതുപോലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും കെ ബി ഗണേഷ് കുമാറാണ്. അടുത്ത് നോക്കൂ, വി അബ്ദുറഹിമാൻ സ്പോർട്സ് ആണ്, സ്പോർട്സ് ചോദിച്ചിട്ടുണ്ട്. വഖഫ് ആൻഡ് ഹജ്ജ് പിൽഗ്രിമേജ്, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് റെയിൽവേസ്, വെൽഫെയർ ഓഫ് മൈനോറിറ്റീസ്. ഇത്ര ഓർത്തിരിക്കണം. സ്പോർട്സ് ഓർത്തിരിക്കണം, പോസ്റ്റ് ടെലഗ്രാഫ് ആൻഡ് റെയിൽവേസ് ഓർത്തിരിക്കണം, വെൽഫെയർ ഓഫ് മൈനോറിറ്റീസ് ഇത്ര ഓർത്തിരിക്കണം. ഇനി 2-3 പേരുണ്ട്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ പറയാം. ഇത് നിങ്ങൾ ഒന്ന് പൗസ് ചെയ്തിട്ട് വായിച്ച് പോവുക. ഞാൻ സ്പീഡിലാണ് വായിച്ച് വിട്ടത്, നിങ്ങളത് സ്ലോയിൽ വായിക്കുക. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നത് ആര്? നമുക്കറിയാം ദുരന്ത നിവാരണയുടെ വൈസ് ചെയർമാനെയാണ് ചോദിച്ചത്. ചെയർമാൻ ആണെങ്കിൽ മുഖ്യമന്ത്രിയാണെന്ന് നമുക്കറിയാം. വൈസ് ചെയർമാൻ ആണെങ്കിൽ ആരാണ്? വൈസ് ചെയർമാൻ ആണെങ്കിൽ റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? കെ രാജൻ. വയനാട് ദുരന്തം സംഭവിച്ചപ്പോൾ ഒക്കെ നമ്മൾ കണ്ടതാണല്ലേ. അപ്പോൾ ലാൻഡ് റവന്യൂ സർവേ, ലാൻഡ് റെക്കോർഡ്, ഹൗസിങ്, ലാൻഡ് റിഫോംസ്, ഇതെല്ലാം കെ രാജൻ്റെ അണ്ടറിലാണ്. ലാൻഡ് റവന്യൂ, ലാൻഡ് റെക്കോർഡ്സ്, ഹൗസിങ്, ലാൻഡ് റിഫോംസ്. അടുത്ത് നോക്കൂ, നമ്മുടെ ഇപ്പോഴത്തെ തദ്ദേശ വകുപ്പ് മന്ത്രി ആരാണ്? എം.ബി. രാജേഷാണ്. തദ്ദേശ വകുപ്പ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. അതുപോലെ എക്സൈസും എം.ബി. രാജേഷിനാണ്. റൂറൽ ഡെവലപ്മെൻറ്റ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. പാർലമെൻ്ററി അഫയേഴ്സും എം.ബി. രാജേഷിനാണ്. നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ്? സ്പീക്കർ എ.എൻ. ഷംസീറാണ്. ഓർത്തിരിക്കണേ, എ.എൻ. ഷംസീർ. അപ്പോൾ നേരത്തെ ആരായിരുന്നു? എം.ബി. രാജേഷ് ആയിരുന്നു. അപ്പോൾ അത് ഓർത്തിരിക്കുക, എ.എൻ. ഷംസീർ. അതുപോലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ജയതിലകാണ് കേട്ടോ. ജയതിലക് ഞാനിവിടെ എഴുതിയിട്ടില്ല. ജയതിലക് ഓർത്തിരിക്കുമല്ലോ, ജയതിലക്. അപ്പോൾ പിണറായി വിജയനാണ് നമ്മുടെ മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്ന് IT, പിന്നെ ഡിസ്ട്രസ് റിലീഫ്, അതാണ് ദുരന്ത നിവാരണമാണ് കേട്ടോ, ഡിസ്ട്രസ് റിലീഫ്. പിന്നെ ആഭ്യന്തര കാര്യവും മുഖ്യമന്ത്രിയുടെ അണ്ടറിലാണ് വരുന്നത്. ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ, പൊല്യൂഷൻ കൺട്രോൾ, പിന്നെ എയർപോർട്ട്, മെട്രോ. റെയിൽവേ വരുന്നത് നമ്മൾ പറഞ്ഞു അബ്ദുൾ റഹിമാൻ്റെ അണ്ടറിലാണ്. മെട്രോ വരുന്നത് പിണറായി വിജയൻ. സയൻസ് ആൻഡ് ടെക്നോളജി, ഇതെല്ലാം പിണറായി വിജയനാണെന്ന് ഓർത്തിരിക്കുമല്ലോ. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് എന്താണ്? സ്മൈൽ, ഡയലേ ഡോക്ടർ, സ്വാസ്ഥ്യം, ജീവനി.
ഉത്തരം ഏതാണ്? ജീവനിയാണ്. ജീവനിയാണ്. സ്മൈൽ എന്താണ്? സ്മൈൽ സ്കൂൾ കുട്ടികളിലെ മാനസിക സമ്മർദ്ദം, മാനസികാരോഗ്യം ഇവ മെച്ചപ്പെടുത്താൻ കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പദ്ധതിയാണ് എന്ത്? സ്മൈൽ. ഓർത്തിരിക്കുമല്ലോ. അതുപോലെ സ്വാസ്ഥ്യം എന്താണ്? സ്വാസ്ഥ്യം എന്ന് പറഞ്ഞാൽ അത് ക്യാൻസർ കെയർ അവയർനെസ് ആണ്. പിന്നെ ഡയൽ എ ഡോക്ടർ ആണെങ്കിൽ നമുക്കറിയാം 24/7 എന്ത് ചെയ്യുക? മെഡിക്കൽ സർവീസ് ഉറപ്പാക്കുക ഫ്രീ ആയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഡയൽ എ ഡോക്ടർ. ഓർത്തിരിക്കുമല്ലോ. ഇത്രയും കാര്യം ഓർത്തിരിക്കുക. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞു. ഗഗൻയാൻ, ചന്ദ്രയാൻ 4, ഗോസെറ്റ് റൈഡേഴ്സ്, സ്പാഡെക്സ്. നമ്മുടെ ഉത്തരം ഏതാണ്? സ്പാഡെക്സ് ആണ്. സ്പാഡെക്സ് ഓർത്തിരിക്കണേ. അടുത്തില്ല. 2023 രസതന്ത്ര നോബൽ പ്രൈസ് ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനായാണ് നൽകപ്പെട്ടത്? 2023 ചോദിച്ചത്. ക്വാണ്ടം വെൽസ്, ക്വാണ്ടം ഡോട്ട്സ്, ക്വാണ്ടം മെക്കാനിക്സ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ഓപ്ഷൻ കണ്ടല്ലോ, ഇത്ര ടൈറ്റ് ആണോ ഓപ്ഷൻ എന്ന്. ഉത്തരം വരുന്നത് ഏതാണ്? ക്വാണ്ടം ഡോട്ട്സ് ആണ്. അപ്പോൾ ഇത് നോബൽ എന്ന ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യമാണ്, നോബൽ പ്രൈസ്. അപ്പം നമുക്ക് അടുത്ത കുറച്ച് നോബൽ പ്രൈസുകൾ നോക്കാം. ഇത് 2024 നോബൽ പ്രൈസസ് ആണ്. അപ്പോൾ നോക്കൂ, ഫിസിക്സിൽ ആർക്കൊക്കെയാണ് ലഭിച്ചത്? ജോൺ ഹോപ്ഫീൽഡ്, ജിയോഫ്രി ഹിൻഡൺ. 2 പേർക്കാണ് ലഭിച്ചത്. ആർക്കൊക്കെയാണ്? ജോൺ ഹോപ്ഫീൽഡ്, ജിയോഫ്രി ഹിൻഡൺ. മെഷീൻ ലേണിങ്ങിന് എന്തിനാണ് ലഭിച്ചത്? മെഷീൻ ലേണിംഗ് വിത്ത് ആർട്ടിഫിഷ്യൽ ന്യൂട്രൽ നെറ്റ്വർക്ക്സ്. ഈ ആർട്ടിഫിഷ്യൽ ന്യൂട്രൽ നെറ്റ്വർക്ക്സ് എന്നുള്ള ടേമാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. ഫിസിക്സിൽ ജോൺ ഹോപ്ഫീൽഡിനും. അപ്പോൾ നെറ്റ്വർക്ക് ഉണ്ടാക്കണമെങ്കിൽ ഒരു ഫീൽഡ് വേണമെന്ന് ഓർത്തിരുന്നാൽ മതി. നെറ്റ്വർക്ക് ഉണ്ടാക്കണമെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ന്യൂട്രൽ നെറ്റ്വർക്ക് ഉണ്ടാക്കണമെങ്കിൽ ഒരു ഹിൻഡും വേണം, ഒരു ഫീൽഡും വേണം എന്ന് ഓർത്തിരിക്കുക. ഒരു ഹിൻഡും വേണം, ഒരു ഫീൽഡും വേണം. അപ്പോൾ ജോൺ ഹോപ്ഫീൽഡ്, ജിയോഫ്രി ഹിൻഡൺ. അതൊരു കെമിസ്ട്രിക്ക്. രസതന്ത്രത്തിനാണെങ്കിൽ ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജംബർ. അവർ കണ്ടുപിടിച്ചത് ഫോർ പ്രോട്ടീൻ സ്ട്രക്ചർ പ്രഡിക്ഷൻ ആണ്. പ്രോട്ടീൻ്റെ സ്ട്രക്ചർ പ്രഡിക്ഷന്. കെമിസ്ട്രി ആർക്കറിയാം? കെമിസ്ട്രി. അപ്പോൾ പ്രോട്ടീൻ കിട്ടുന്നത് ആഹാരങ്ങളിൽ നിന്നല്ലേ. അപ്പോൾ ബേക്കറിയിലൊക്കെ ഒത്തിരി പ്രോട്ടീൻ റിച്ച് ഫുഡ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഹസാബിസ്, ജംബർ. അപ്പോൾ ബേക്കറിയിൽ കയറി ഹസാബി ജമ്പ് ചെയ്താണ് പ്രോട്ടീൻ പ്രഡിക്റ്റ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ പ്രോട്ടീൻ ഫുഡ് എടുക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അടുത്ത് നോക്കൂ, മെഡിസിൻ ആണെങ്കിൽ വിക്ടർ ആംബ്രോസ്, ഗ്യാരി റോക്വൺ ആണ്. 2 പേർക്കാണ്, വിക്ടർ ആംബ്രോസിനും ഗ്യാരി റോക്വനും. എന്തിനാണ്? ഫോർ ഡിസ്കവറി ഓഫ് മൈക്രോ RNA ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ റെഗുലേഷൻ. അപ്പോൾ ഇത് ഇത്രയും നീട്ടി തന്നെ കൊടുത്തത് എന്തിനാന്ന് വെച്ചാൽ പ്രിലിംസിനൊക്കെ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ മെയിൻസിനൊക്കെ പോകുമ്പോഴും എന്താണ്, ഡിഗ്രി ലെവലാണെങ്കിൽ ഓപ്ഷൻസ് ഇത്രയും നീളത്തിൽ തന്നെ കൊടുക്കും. നമുക്ക് അറിയത്തില്ല, നമ്മൾ ഒരു ഓപ്ഷൻ മൈക്രോ RNA, mRNA എന്ന് എല്ലാ ഓപ്ഷനിലും കാണും. എന്തിനാണ് നമുക്ക് അറിയത്തില്ല. അത് എന്തിനാണ്? ഇറ്റ്സ് റോൾ ഇൻ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ റെഗുലേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഡിസ്കവറി ഓഫ് mRNA എന്ന് മാത്രം പഠിക്കരുത്. ദ റോൾ ഓഫ് എന്തിനാണ്? പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ റെഗുലേഷനുമായി ബന്ധപ്പെട്ടതെന്ന് ഓർത്തിരിക്കുക. അപ്പം ആംബ്രൂസും റൂക്കണും mRNA ആണ് കണ്ടുപിടിച്ചത്. എന്തിനാണ്? ജീൻ റെഗുലേഷന് വേണ്ടിയില്ല. ആംബ്രൂസും റോക്കണും, അല്ലെങ്കിൽ ആംബ്രൂസും ഗ്യാരിയും എന്ന് ഓർത്തിരിക്കുക. ആംബ്രൂസും ഗ്യാരി. അടുത്ത നോക്കി, എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രം. ഡാരൻ അക്കിമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. ഇത് ഫോർ സ്റ്റഡീസ് ഓഫ് ഹൗ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഫോംഡ് ആൻഡ് അഫക്റ്റ് പ്രോസ്പെരിറ്റി. അപ്പോൾ പ്രോസ്പെരിറ്റി ഉണ്ടാവുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു മേഖലയിലാണ് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ കിട്ടിയത്. ആർക്കൊക്കെയാണ്? ഡാരൻ എയ്സ്മോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. ഓർത്തിരിക്കുക 3 പേര്, എയ്സ്മോഗ്ലു, സൈമൺ ജോൺസൺ, റോബിൻസൺ. അടുത്തത് ലിറ്ററേച്ചർ പഠിക്കാൻ എളുപ്പമാണ്, ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു ഈ ഭാഗം. ഹാങ്കാങ് എന്തിനാണ്? എക്സ്പോസസ് ദ ഫ്രജിലിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ്. അദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ അദ്ദേഹം കുറേ പോയട്രി എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പോയട്രിയിലെല്ലാം ഈ ഹ്യൂമൻ ലൈഫിനെ നല്ലതുപോലെ വരച്ച് കാണിക്കുന്നത് കൊണ്ടാണ്. അടുത്ത പീസ്, സമാധാനമാണെങ്കിൽ നിഹോൻ ഹിൻഡാങ്കിയോ ഫോർ ഇറ്റ്സ് എഫേർട്ട് ടു അച്ചീവ് എ വേൾഡ് ഫ്രീ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്. ആണവായുധങ്ങളെ എങ്ങനെ ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ ആണവായുധങ്ങൾ ഇല്ലാത്ത ഒരു ലോകത്തെ സ്വപ്നം കാണാനാണ് അദ്ദേഹം പല രീതിയിലും എഴുത്തുകളിലൂടെയൊക്കെ ഈ പ്രചരണങ്ങളിലൂടെയൊക്കെ നടത്തിയിരുന്നത്. അതാണ് എന്ത്? നിഹോൻ ഹിൻഡാങ്കിയോ, സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത്. അപ്പോൾ നോബൽ പ്രൈസ് 2024 കണ്ടല്ലോ. അപ്പോൾ ഒന്ന് പൗസ് ചെയ്യുക, പഠിക്കുക. അടുത്ത ചോദ്യം നോക്കാം. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് പുരുഷന്മാരുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക.
അപ്പോൾ ഓപ്ഷൻ നോക്കൂ, 2022, 2013, 2025 എന്നീ വർഷങ്ങളിൽ ഇന്ത്യ ജേതാക്കളായി എന്നാണ് പറയുന്നത്. 2002, 2013, 2025. അതുപോലെ ഇന്ത്യയെ പോലെ 3 തവണ കിരീടം നേടിയ മറ്റൊരു ടീം ഓസ്ട്രേലിയ ആണ്. സൗത്ത് ആഫ്രിക്ക ഒരിക്കൽ പോലും കിരീടം നേടിയിട്ടില്ല. ന്യൂസിലാൻഡ് കിരീടം നേടിയ വർഷം 2000 അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. 2002, 2013, 2025 ഇതാണ് കറണ്ട് അഫെയറായിട്ട് വരാൻ കാര്യം. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ലഭിച്ചത് ഇന്ത്യക്കാണ്. ആരെ പരാജയപ്പെടുത്തിയാണ്? ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിയാണ് ഇവർ കിരീടം സ്വന്തമാക്കിയത്. ന്യൂസിലാൻഡ്. ഈ കളി നടന്നത് എവിടെയാണെന്നും കൂടെ ഓർത്തിരിക്കാം. എവിടാണ്? ദുബായ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ്. ദുബായ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ആയിരുന്നു ഇതിൻ്റെ ഫൈനൽ നടന്നത്. ഇന്ത്യയെ പോലെ 3 തവണ കിരീടം നേടിയ മറ്റൊരു ടീം ഓസ്ട്രേലിയ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓസ്ട്രേലിയ എത്ര തവണയെ നേടിയിട്ടുള്ളൂ? ഓസ്ട്രേലിയ 2 തവണയെ ലഭിച്ചിട്ടുള്ളൂ. 2 തവണ. ഏതൊക്കെ വർഷമാണെന്ന് ഓർത്തിരിക്കണം. 1987 2023 ഓസ്ട്രേലിയ ചാമ്പ്യൻസ് ട്രോഫി ലഭിച്ചത്. ഓസ്ട്രേലിയക്ക് മൊത്തത്തിൽ 10 ICC ട്രോഫീസ് ലഭിച്ചിട്ടുണ്ട്. അതിൽ 2 എണ്ണം മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? ചാമ്പ്യൻസ് ട്രോഫി ലഭിച്ചിട്ടുള്ളൂ. സൗത്ത് ആഫ്രിക്ക ഒരിക്കൽ പോലും കിരീടം നേടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതും തെറ്റാണ്. സൗത്ത് ആഫ്രിക്ക 1 തവണ എന്ത് നേടിയിട്ടുണ്ട്? കിരീടം നേടിയിട്ടുണ്ട്. ഏത് വർഷമാണെന്നറിയാമോ കിരീടം നേടിയത്? 1998 സൗത്ത് ആഫ്രിക്ക കിരീടം നേടിയിട്ടുണ്ട്. ന്യൂസിലാൻഡ് കിരീടം നേടിയ വർഷം 2000 എന്ന് പറയുന്നു. അതെന്താണ്? ശരിയാണ്. അപ്പം ഇതിൽ 2 ഓപ്ഷൻ ശരിയാണ്. 1, 4 എന്നിവ ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി. അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുമല്ലോ. ഇതിനകത്ത് ഇന്ത്യ നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യം, ഇന്ത്യയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളോട് ഓർത്തിരിക്കണം. ICC എന്നറിയാലോ, ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെയും എത്ര ട്രോഫീസ് വാങ്ങിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞു. സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ ആണെങ്കിൽ 10 ട്രോഫീസ് നേടിയിട്ടുണ്ട്. ഇന്ത്യ ആണെങ്കിൽ 7 ആണ്. ഇന്ത്യ ആണെങ്കിൽ എത്രയാണ്? 7 ട്രോഫികളാണ് സ്വന്തമാക്കിയത്. ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു 3 ചാമ്പ്യൻസ് ട്രോഫി. ഈ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ എത്ര തവണ സ്വന്തമാക്കിയിട്ടുണ്ട്? 3 ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ 2 വൺ ഡേ ഇന്നിങ്സ് വേൾഡ് കപ്പുകളും ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. വൺ ഡേ ഇന്നിങ്സ് വേൾഡ് കപ്പ് ഏതൊക്കെ വർഷമാണ്? 2011 1983. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. 2011 1923. പിന്നെ 2 തവണ എന്ത് ലഭിച്ചിട്ടുണ്ട്? 2020 വേൾഡ് കപ്പ് ലഭിച്ചിട്ടുണ്ട്. 2020 അത് ഏതൊക്കെ വർഷമാണ്? 2007 2024 ഓർത്തിരിക്കുമല്ലോ. അപ്പം 3 തവണ ചാമ്പ്യൻസ് ട്രോഫി ലഭിച്ചിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞു. ഏതൊക്കെ വർഷങ്ങളാണ്? 2002, 2013, 2025. 2 വൺ ഡേ ഇന്നിങ്സ് വേൾഡ് കപ്പുകളിൽ 2011 1983 T20 വേൾഡ് കപ്പ് ലഭിച്ചത് 2007 2024 അപ്പോൾ ഇത്രയും ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ICC ട്രോഫീസ് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി. അവരുടെ ജന്മദേശം നമീബിയാണ്. ഈ പദവിയിലെത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജയാണ്. മുൻ ഒളിമ്പിക് ബാഡ്മിൻ്റൺ താരമാണ് ക്രിസ്റ്റി കവൻട്രി. അപ്പോൾ നമ്മളിത് കറണ്ട് അഫെയറിൻ്റെ വീഡിയോ ഒക്കെ ചെയ്ത സമയത്ത് നമ്മൾ അന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ക്രിസ്റ്റി കവൻട്രിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി. അത് ശരിയാണ്. അതുപോലെ അവരുടെ ജന്മദേശം നമീബിയ അല്ല, അവരുടെ ജന്മദേശം സിംബാബ്വേയാണ്. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, സിംബാബ്വെ. ഈ പദവിയിലെത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജയാണ്. അത് ശരിയാണ് കേട്ടോ. മുൻ ഒളിമ്പിക് ബാഡ്മിൻ്റൺ താരമല്ല, അവരുടെ സ്പോർട്സ് ഇനമാണ് സ്വിമ്മിംഗ് ആണ്. നീന്തൽ താരം. ഇന്നൊരു കാര്യം ഓർത്തിരിക്കാം, ഇന്ത്യ 10ാമത്തെ പ്രസിഡൻ്റായിട്ടാണ് തിരഞ്ഞെടുത്തത്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ 10ാമത്തെ അധ്യക്ഷയാണ് ക്രിസ്റ്റി കവൻട്രി എന്ന് ഓർത്തിരിക്കാം. ആദ്യത്തെ ആഫ്രിക്കനാണ്. അവരുടെ ജന്മദേശം സിംബാബ്വേയാണ്. സ്പോർട്സ് താരം, സ്വിമ്മിംഗ് ആണ് അവരുടെ സ്പോർട്സ് ഐറ്റം. ഇത്രയും ഓർക്കണം. ഇനി നമ്മൾ അടുത്ത് കടക്കാൻ പോകുന്നത്, അങ്ങനെ സിവിൽ എക്സൈസിൻ്റെ ക്വസ്റ്റ്യൻ തീർന്നു. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് OA മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതുകൂടെ തീർന്ന് നമ്മൾ കറണ്ട് അഫെയറിൻ്റെ ഞാൻ കൊണ്ടെടുത്തുകൊണ്ടുവന്ന ക്വസ്റ്റ്യൻ എല്ലാം തീരും. ഇന്ത്യൻ പാർലമെൻറ്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണെന്നാണ് ചോദ്യം. P. ചിദംബരം, നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, മൻമോഹൻ സിംഗ്.
നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച് റെക്കോർഡിട്ടിരിക്കുന്നത് നിർമ്മല സീതാരാമനാണ്. എത്ര തവണയാണ്? 8 തവണയാണ്. 8 തവണ. എങ്ങനെയാണ് 8 തവണ വന്നത് എന്ന് ചോദിച്ചാൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ്, കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി ഇവിടെ ഒരു ടേം ഉണ്ട്, അത് ഓർത്തിരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ 7 ബജറ്റും പിന്നെ ഒരു ഇടക്കാല ബജറ്റും കഴിഞ്ഞ വർഷം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് 8 ബജറ്റിലൂടെ നിർമ്മല സീതാരാമൻ ഈ റെക്കോർഡ് സ്വന്തമാക്കുന്നത്. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ CD ദേശ്മുഖ് 7 തവണയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ തവണ, തുടർച്ച എന്നുള്ളൊരു വാക്കില്ലാതെ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ മൊറാർജി ദേശായിയാണ്. 10 തവണയാണ് അവതരിപ്പിച്ചത്. തുടർച്ചയായി മൊറാർജി ദേശായി എത്ര തവണ ബജറ്റ് അവതരിപ്പിച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരം 6 തവണയാണ്. 6 തവണ. ഓർത്തിരിക്കുമല്ലേ? ഈ 3 കാര്യങ്ങൾ മാറിപ്പോകാതെ പഠിച്ചു വെക്കുക. അതായത് തുടർച്ചയായി ഇപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാലും നിർമ്മല സീതാരാമനാണ്. 8 തവണ. 7 തവണയാണെങ്കിൽ CD ദേശ്മുഖ് തുടർച്ചയായി തന്നെയാണ്. ഏറ്റവും കൂടുതൽ തവണ എന്നാണ് ചോദിച്ചെങ്കിൽ മൊറാർജി ദേശായി 10 തവണയാണ്. മൊറാർജി ദേശായി തുടർച്ചയായി ബജറ്റ് അവതരിപ്പിച്ചത് 6 തവണ മാത്രമാണ്. ഓർത്തിരിക്കുമല്ലോ. മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരനാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി, MD വാസുദേവൻ നായർ, സുഭാഷ് ചന്ദ്രൻ, SK പൊറ്റക്കാട്. ആരാണ്? MD വാസുദേവൻ നായരാണ്. MD വാസുദേവൻ നായർ. ഓർത്തിരിക്കുമല്ലോ. ഓർത്തിരിക്കാൻ പാടൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ മരണാനന്തരം അദ്ദേഹത്തിന് ലഭിച്ചതാണ് പത്മവിഭൂഷൺ. ഓർത്തിരിക്കണേ. ഇദ്ദേഹത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, ഞാനിവിടെ കൊണ്ടുവന്നിട്ടില്ല, കാരണം ഇത്രയൊന്നും എഴുതിയ തീരത്തില്ല. നമ്മളൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു MD വാസുദേവൻ നായരെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറി ഷോർട്സിൽ നോക്കുമ്പോൾ MD വാസുദേവൻ നായരുടെ ഒരു ഡീറ്റെയിൽഡിൽ ഒരു ഷോർട്സ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ കൃതികൾ, അദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ കാണാൻ പറ്റും. ഒന്ന് വായിച്ചു നോക്ക്. അടുത്തത് കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാറാണ്. ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് പ്രവർത്തിക്കുന്നു. അപ്പം ഏതാണ് ഉത്തരം ശരിയായിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കണം. 1ഉം 2ഉം ശരിയാണെന്നാണ് വരുന്നത്. 1ഉം 2ഉം ശരി. എങ്ങനെയാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ആണ്. ശരിയാണ്. ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം, നമുക്കറിയാം എറണാകുളമാണ്. തിരുവനന്തപുരത്ത് ഹൈക്കോടതിക്ക് ബെഞ്ചുകളൊന്നുമില്ല. ഹൈക്കോടതി ഉണ്ടോ തിരുവനന്തപുരത്ത്? ഇല്ല എന്ന് പഠിച്ചു വച്ചിരിക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചിലവഴിച്ച ദിവസങ്ങൾ 608 ആണ്. അപ്പോൾ സുനിത വില്യംസിൻ്റെ റെക്കോർഡ് നോക്കണം. 608 ആണ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചിലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആര് എന്നാണ് ചോദ്യം. US ബഹിരാകാശ സഞ്ചാരി വില്യം സുംബുച്ച്, പെഗി വിറ്റ്സൺ, അലക്സാണ്ടർ ഗോർബിനോവ്, നിക്ക് ഹേഗ്. അപ്പോൾ ഇവരൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. സുനിത വില്യംസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരാണ് ഇവർ 2 പേരും. അപ്പോൾ ഉത്തരം വരുന്നത് പെഗി വിൽസൺ ആണ്. പെഗി വിൽസൺ 675 ദിവസം ബഹിരാകാശത്ത് ചിലവഴിച്ചു എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേര് എന്താണ് എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം പ്രത്യുഷ്, പരംസിദ്ധി, ഐരാവത്, മിഹർ. ഏതാണ്? ഐരാവതാണ് ഇന്ത്യയിലെ ഇപ്പോൾ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഐരാവത് എന്ന് അറിയാവുന്നവർക്ക് എഴുതാം. ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ്, കർണാടക, രാജസ്ഥാൻ, മഹാരാഷ്ട്ര. മധ്യപ്രദേശിലാണ് കടുവ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ കടുവ സംരക്ഷണ കേന്ദ്രം ഉള്ളതും മധ്യപ്രദേശിൽ തന്നെയാണ് എന്ന് ഓർത്തിരിക്കുക. പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളിവരയൻ, പടലിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ്? തുമ്പി പക്ഷികൾ, ചിത്രശലഭം, വേഴാമ്പൽ. ഏതാണ്? ചിത്രശലഭമാണ്. ചിത്രശലഭം. അപ്പോൾ ഇത്രയും ചോദ്യമാണ് നമ്മൾ കൊണ്ടുവന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഒരെണ്ണമുണ്ട്. കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാറാണ്. ബാലാവകാശ കമ്മീഷൻ ആസ്ഥാനം എറണാകുളമാണ്. സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉത്തരങ്ങൾ
ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ, ഇത് കറണ്ട് അഫെയർ ആണല്ലോ, നമുക്കറിയാം. അത് ശരിയാണ്, ശ്രീ മനോജ് കുമാറാണ്. ആസ്ഥാനം എറണാകുളം ആണോ? ആസ്ഥാനം എറണാകുളമല്ല, ട്രിവാൻഡ്രമാണ്. എല്ലാ ജില്ലകളിലും അതിനൊരു ഓഫീസുണ്ട്, എന്നാലും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ട്രിവാൻഡ്രം. സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന് അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ ഉത്തരം 1, 3 എന്നിവ ശരി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇത്രയുമാണ്. എനിക്കറിയാം ഇച്ചിരി ലെങ്തിയാണ്. അപ്പോൾ എന്നാലും എന്ത് ചെയ്യുക, പഠിക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല, അറിയാമല്ലോ. കറണ്ട് അഫെയറിനകത്ത് ഇപ്പം തന്നെ ഞാൻ എത്രയോ ചോദ്യങ്ങൾ, ഒരു 35 ചോദ്യമെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിക്കാതെ പോകരുത്. കണക്റ്റഡ് ഫാക്ട്സും കൂടി ഇതിനകത്ത് തന്നെ ഞാൻ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. വായിച്ച് പഠിച്ച് വ്യക്തമായിട്ട് പോയി നല്ലതുപോലെ പരീക്ഷ എഴുതുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നല്ലതുപോലെ പരീക്ഷ എഴുതാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.